പ്രീമിയം ക്വാളിറ്റി വരുന്ന സെമി ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന സാരിയുടെ അടിപൊളി കളക്ഷൻസും ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ബനാറസി വീവിങ് വരുന്ന സാരീസ് നമ്മൾ ക്രിസ്പി ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സിന് ആ ഒരു ഫാബ്രിക് താല്പര്യം ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ ഒരു സെമി ചന്ദേരി സിൽക്ക് ഫാബ്രിക്. ഇത് സെമി ചന്ദേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പ്യുവറിന്റെ ഫോമിനോട് അടുത്ത് നിൽക്കുന്നതാണ്. MRP റേറ്റ് ഒക്കെ വരുന്നത് 2200 ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കാണ്. എന്നാൽ ഈ ഒരു മൺസൂണൊക്കെ പ്രമാണിച്ച് നമ്മളൊരു സ്പെഷ്യൽ റേറ്റിലേക്കാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇത് ലിമിറ്റഡ് പീസസ് ആണ്. അപ്പോൾ ഇതിന്റെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 1980 ആണ്. അതുപോലെ ഒത്തിരി കളർ ഓപ്ഷൻസും വന്നിട്ടുണ്ട്. ചിലതൊക്കെ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പീസസ് മാത്രമേ ചില കളേഴ്സിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇത് നമ്മൾ ബൾക്കായിട്ട് കണക്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ എല്ലാ കളേഴ്സും അപ്പോൾ കിട്ടുമോ നമുക്ക് അറിയത്തില്ല. കിട്ടുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവണ്ണയാണ്. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഒരു പീച്ച് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്, കളറാണ്. സെമി ചന്ദേരി സിൽക്കാണ് ഫാബ്രിക് വരിക. ഈ ഒരു പീച്ച് ഷെയ്ഡ് എനിക്കൊന്ന് ഇങ്ങനെ ബനാറസി വീവിംഗ് ഒക്കെ വരുന്ന സാരീസിൽ വളരെ റെയർ ആയിട്ടാണ് വരിക. ഇതിനോട് കോമ്പിനേഷൻ വന്നിരിക്കുന്നതാണെങ്കിൽ ബർഗൻഡി, അതിലൊരു ബ്ലാക്ക് ജെറി വീവിംഗ് ആണ് വരിക. ബോഡി പോർഷൻ പ്ലെയിൻ ആയിട്ട് വരും. ഇതിന്റെ പല്ലുവിന്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ കോൺട്രാസ്റ്റ് കളറിൽ തന്നെയാണ് പല്ലു പോർഷൻ വരുന്നത്. അതും ബനാറസി വീവിംഗ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ ബ്രൊക്കേഡ്, കോൺട്രാസ്റ്റ് കളറിൽ ബ്രൊക്കേഡ്, ആ ഒരു ബ്ലാക്ക് ജെറി വീവിംഗ് തന്നെയാണ് ഈ ഒരു ബ്ലൗസ് പീസിലും വന്നിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 1980. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് മസ്റ്റാർഡ് ആണ്. മസ്റ്റാർഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ എപ്പോഴും കസ്റ്റമേഴ്സിന് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ്. ഗ്രീനാണ് ഇതിനോട് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ബനാറസി വീവിംഗ് ഇതിന്റെ ബോർഡേഴ്സിലേക്കും പല്ലു പോർഷനിലേക്കും വരും. കോൺട്രാസ്റ്റ് കളറിൽ ബ്രൊക്കേഡ് ആയിട്ട് ബ്ലൗസ് പീസ് വരും. 1980 പ്രൈസിലേക്ക് വരുന്നു. അടുത്തതൊരു മാംഗോ യെല്ലോ ആട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ്. അതിലേക്ക് ഒരു ഗ്രേപ്പ് കളറാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ കോമ്പിനേഷൻസ് ആട്ടോ ഈ ഒരു സാരിയുടെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല നല്ല കളർ ചാർട്ടിലും അതുപോലെ എനിക്കൊന്നും എല്ലാ പ്രാവശ്യം നമുക്ക് ഇത്രയും കളേഴ്സ് ഒന്നും കിട്ടാറില്ല. ഇപ്രാവശ്യം ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറൊക്കെ സെലക്ട് ചെയ്യുക, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത ഷെയ്ഡ് ഒരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഓരോ കളർ എടുക്കും. ഇതൊക്കെ റയർ ചാർട്ടിലായിട്ടോ. ഗ്രീനാണ് ഇതിലേക്ക് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയാണ്. ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് പ്ലീറ്റ്സ് ചെയ്താണ്. 1 ലെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡ്രൈപ്പ് ചെയ്യാം. ഇനി പ്ലെയിൻ ബ്ലൗസിൻ്റെ കൂടെയോ ബ്രൊക്കേഡ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ബ്ലൗസിൻ്റെ കൂടെയോ ഒക്കെയാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്ത ഷെയ്ഡ് ഇപ്പം നമ്മൾ കണ്ടാക്കാൻ ഒരു ഡാർക്ക് ടോണിലേക്കാണെങ്കിൽ ഒരു ബേച്ചിൻ്റെ ഡാർക്ക് ഷെയ്ഡിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലും ബർഗൻഡിയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. കളർ കോമ്പിനേഷൻസിൽ മാത്രമാണ് ഡിഫറൻസ് വരിക. പ്രീമിയം ക്വാളിറ്റി വരുന്ന സെമി ചന്ദേരി സിൽക്കാണ് ഫാബ്രിക് വരിക. അടുത്തൊരു റാണി പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്, റെഡ് ടച്ചൂടെ ചെറുതായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ബ്ലൂ കളറിൽ തന്നെ ഇതുപോലെ ബനാറസി വീവിംഗ് വരുന്ന പല്ലും ബോർഡേഴ്സും ബ്രൊക്കേഡ് ബ്ലൗസ് പീസും. അടുത്തത് ബോട്ടിൽ ഗ്രീൻ ആണ്. അതിലേക്ക് വൈൻ കളറാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. കളർ കോമ്പിനേഷൻസ് മാത്രമായിട്ട് ഡിഫറൻസ് വരും. വീവിംഗ് ഒക്കെ എല്ലാത്തിലും ആ ഒരു ബ്ലാക്ക് ജെറി തന്നെയാണ് വരിക. ബ്രൊക്കേഡ് ആയിട്ട് ബ്ലൗസ് പീസ് വരും. പല്ലുവിലും ഹെവി ആയിട്ട് ആ ഒരു ബനാറസി വീവിംഗ് വരും. അടുത്തത് ബ്ലൂവിൻ്റെ 2 കളേഴ്സിൻ്റെ കോമ്പിനേഷനുമായിട്ട് വന്നിരിക്കുന്നത്. ബോർഡേഴ്സ് വരിക ഒരു നേവി ബ്ലൂയിലേക്കാണ്, ഒരു കോപ്പർ ബ്ലൂ കളറിലേക്ക് ബോഡി പോർഷൻ വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മൾ ആ ഒരു കോൺട്രാസ്റ്റ് കളർ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിയുമ്പോൾ 1980 റേറ്റിലേക്ക് വരും. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ബർഗൻഡി കളർ കോമ്പിനേഷൻ. ഒത്തിരി പേര് ബ്ലാക്ക് ലവേഴ്സ് ആയിട്ടുണ്ട്. എത്ര ബ്ലാക്കുകൾ നമ്മൾ വാങ്ങിച്ചു വെച്ചാലും പിന്നെ നമ്മുടെ ഫേവറേറ്റ് കളർ ഇതായി കഴിയുമ്പോൾ നമ്മൾ അത് തന്നെ സെലക്ട് ചെയ്യാറുണ്ട്. പക്ഷേ റിയലി സോറി, ഈ ഒരു പീസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ടൈം ബൾക്കായിട്ട് കിട്ടാൻ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. ബ്ലാക്ക് ലവേഴ്സൊക്കെ ഒന്ന് ക്ഷമിക്കുക. അടുത്തത് നേവി ബ്ലൂ ആണ്. അതിലേക്കും കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒരു ബർഗൻഡി തന്നെയാണ്. ഇത്രയും കളർ ചാർട്ട് എനിക്കൊന്ന് വേറെ ഒരു സാരീസിൽ നമുക്ക് ഇത്രയും കളർ ചാർട്ടിലേക്ക് വരാറില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്തത് വയലറ്റ്, അതിലേക്ക് ഒരു റെഡിഷ് മെറൂൺ ആണ് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ റെയർ ആയിട്ടുള്ള കളർ ചാർട്ടിൽ വന്നിരിക്കുന്ന ഐറ്റംസ് ആണ്. ബ്ലാക്ക് ജെറി ബനാറസി വീവിംഗ് ആണ് ബോർഡേഴ്സിലും പല്ലു പോർഷനിലും വന്നിരിക്കുന്നത്. അടുത്തതും റെയർ കളർ ചാർട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിലേക്കും ഒരു ബർഗൻഡിയുടെ കോമ്പിനേഷൻ ആണ് വരിക. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ 1980 റേറ്റിലേക്ക് വരുന്നു. അടുത്തൊരു പിങ്കിൻ്റെ ഷെയ്ഡാണ്. പിങ്ക് ആണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും കാണുന്ന പിങ്ക് കളറിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതും ബർഗൻഡി തന്നെയാണ് ഇതിലേക്കും കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇത്തിരി റയർ കളർ ചാർട്ടിൽ ഈ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. ബനാറസിയുടെ ആ ഒരു റിച്ച് ലുക്ക് പല്ലുവിലും അതുപോലെ തന്നെ ബോർഡേഴ്സിലും നമുക്ക് കാണാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ലിം ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. അടുത്തത് ഗ്രീൻ ആണ്. അതിലേക്ക് ഗ്രേപ്പ് കളറാണ് കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പാറ്റേൺ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. 1980. ഏറ്റവും എന്താ പറയുക, ഈ ഒരു സാരീസൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാറുണ്ടാവില്ല. നെക്സ്റ്റ് വൺ ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ. ആ ഒരു കളർ കോമ്പിനേഷൻ്റെ ഭംഗി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ.
ഇതും ഈ ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലേക്കാണ് ഇതിൻ്റെ ഒരു പല്ലു പോർഷനും വന്നിരിക്കുന്നത്. 1980 റേറ്റിലേക്ക് വരും. അടുത്തത് ഒനിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്ക് ടോണിലേക്ക്, അതിലേക്കും ബർഗൻഡി തന്നെയാണ് കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്ന ഇതുപോലെ 1980 പ്രൈസ് വരുന്നത്. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് കോഫി ബ്രൗൺ ആണ്. അതിലേക്കൊരു പീക്കോ ഗ്രീൻ കോമ്പിനേഷനുമായിട്ട് വരും. മേ ബി ഈ ഒരു ബോർഡറിൻ്റെ കളർ ചേഞ്ച് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുക. എപ്പോഴും നമുക്ക് ഈ ഒരു ഷെയ്ഡ് എപ്പോഴും തന്നെ ചേഞ്ച് ആയിട്ട് വരാറുണ്ട്, പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ലെമൺ യെല്ലോ, അതിലേക്കും കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഗ്രീനാണ്. ഔട്ട്ലുക്ക് വരുന്ന ഇതുപോലെ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ലാവണ്ടറിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിലേക്കാണ്. അത് നേവി ബ്ലൂ ഒരു കോമ്പിനേഷൻ വരും, ഒരു ലൈലാക്ക് ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡിലേക്കായിട്ട് വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്ന അതുപോലെ. വീണ്ടും ഒരു പിങ്കിൻ്റെ ഡാർക്ക് ടോൺ, റാണി പിങ്കിൻ്റെ ആ ഒരു ഷെയ്ഡിലേക്ക് വരും. ഗ്രീനാണ് കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ആ ഒരു ബോർഡേഴ്സും പല്ലു പോർഷനും ഒക്കെ സെയിം പാറ്റേൺ തന്നെയായിട്ട് വരുന്നത്, അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാത്തത്. അടുത്തത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് വൈൻ ടോണിലേക്കാണ്, നേവി ബ്ലൂ കോമ്പിനേഷനുമായിട്ട് വന്നിരിക്കുന്നു. അടുത്തതും ഒരു ബ്ലൂ ആണ്, അതിലേക്ക് വയലറ്റ് കോമ്പിനേഷൻ. ഇതും റയർ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. കോൺട്രാസ്റ്റ് കളർ ആ ഒരു വയലറ്റ് ടോണിലേക്ക് വരുന്ന പല്ലു, ബ്രൊക്കേഡ് കോൺട്രാസ്റ്റ് കളറിൽ തന്നെ ബ്രൊക്കേഡ് ബ്ലൗസ് പീസും. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റംസ് എല്ലാം ഫ്രീ ഷിപ്പിംഗും ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക്